നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാഞ്ഞങ്ങാട് ഇരുനില വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. മാവുകാൽ ആനന്ദാശ്രമത്തിന് സമീപത്തെ പ്രണവം അപ്പാർട്ട്മെന്റിന് സമീപത്തെ കൃഷ്ണകൃപയിൽ താമസിക്കുന്ന AC ധനലക്ഷ്മി നമ്പ്യാരാണ് മരിച്ചത്. 68 വയസ്സാണ് പ്രായം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 അജാനൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ വീട്ടിലെത്തിയപ്പോഴാണ് വിവരം പുറം ലോകം അറിയുന്നത്. വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചുവെങ്കിലും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീടിനകത്തു നിന്ന് ഈച്ചകൾ മൂളുന്ന ശബ്ദം കേൾക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരെയും ഹൊസ്ദുർഗ് പോലീസിനെയും വിവരം അറിയിച്ചു. ഫോറൻസിക് വിദഗ്ധരും പോലീസും സ്ഥലത്തെത്തി വീട് തുറന്ന് നടത്തിയ പരിശോധനയിൽ കിടപ്പുമുറിയിലെ തറയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വീടിനുള്ളിൽ ഒരു മൽപ്പിടുത്തം നടന്നതായുള്ള സൂചനകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ധനലക്ഷ്മി മരിച്ചിട്ട് ഒരുപക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞു കാണാം. ധനലക്ഷ്മി മരിച്ചു കിടന്ന കിടപ്പുമുറിയിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നുണ്ട്. കൂടാതെ ഹാളിലും അടുക്കളയിലും രക്തക്കറകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മൃതദേഹം കിടക്കുന്ന ഭാഗത്തല്ല, ആ വീടിനകത്ത് പല ഭാഗങ്ങളിലും രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. രക്തക്കറകളും കണ്ടെത്തിയിട്ടുണ്ട്. ഹാളിലെ ഗ്ലാസ് ടീപ്പോയി തകർന്ന നിലയിലും കിടപ്പുമുറി അലങ്കോലപ്പെട്ട നിലയിലുമാണ്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. വിരലടയാള വിദഗ്ധരും പോലീസ് നായയും സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. ഒരു കൊലപാതക ശ്രമം ഉള്ളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും അവിടെയുണ്ട്. ഒന്നോ ഒന്നിൽ കൂടുതലോ ആളുകളാണ് ധനലക്ഷ്മി കൊലപ്പെടുത്താനുള്ള സാധ്യതയുള്ളത്. ഇനിയിപ്പോൾ ഫോറൻസിക് സംഘം അടക്കം വിശദ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമം അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയുകയുള്ളൂ. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. മരണത്തിൽ അസ്വാഭാവികതയുള്ളതിനാൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ ഒരു മൽപ്പിടുത്തം നടന്നതായുള്ള സൂചനകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ധനലക്ഷ്മി മരിച്ചു കിടന്ന കിടപ്പുമുറിയിൽ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. കൂടാതെ ഹാളിലും അടുക്കളയിലൊക്കെ തന്നെ രക്തക്കറകളുണ്ട്. അവിടെ ആകെ വീട് മുഴുവൻ അലങ്കോലപ്പെട്ട നിലയിലാണ്. അതായത് ഒരു മോഷണ ശ്രമമാണോ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് സംശയം. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ഇനി ഫോറൻസിക് വിദഗ്ധരുടെയൊക്കെ തന്നെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരണം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും പ്രതിയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും ഏറെ നിർണായകമായിരിക്കും. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. മരണത്തിൽ അസ്വാഭാവികതയുള്ളതിനാലാണ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭർത്താവ് റിട്ടയർഡ് നേവി സിവിൽ ഉദ്യോഗസ്ഥനായ കുഞ്ഞികൃഷ്ണൻ നായരാണ്. അദ്ദേഹം കോവിഡ് കാലത്ത് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ധനലക്ഷ്മി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. സഹോദരങ്ങളുണ്ട്. പിന്നീട് മക്കളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളില്ല. അതിനാൽ തന്നെ ഒറ്റയ്ക്കുള്ള താമസമായിരുന്നു. പാലിയേറ്റീവ് കെയറിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു മരണവാർത്ത പുറത്തു വന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ ആരും അവിടേക്ക് വന്ന് അന്വേഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ദിവസങ്ങൾ കഴിയുമായിരുന്നു ഒരുപക്ഷെ ഈ മരണവാർത്ത പുറം ലോകം അറിയാൻ.